നമ്മളൊരു ദൈവാരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകുക. ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ സോണി ജോൺ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നല്ലൊരു സ്തുതി ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹൃദയം നിറയെ സന്തോഷത്തോടെ, അതിലേറെ നന്ദിയോടെ ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനുമായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. നമുക്കേറെ പരിചയമുള്ളൊരു വചനമായിരിക്കാം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, തൊഴുത്തിൽ കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം തിരുവചനങ്ങൾ. അവിടെ പരിശുദ്ധ അമ്മ നമ്മളോട് ഇങ്ങനെ പറയും: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വീണ്ടും പൗലോസ് അപ്പസ്തോലൻ നമ്മളോട് ഇങ്ങനെ പറയും. 1 തെസ്സലോനിക്ക 5:16-ഉം 17-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ പറയും: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമുക്കറിയാം, ഹബക്കുക്ക് പ്രവാചകൻ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും വ്യത്യസ്തമാണ്. ആ പ്രവാചകൻ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അതിൻ്റേതായ ജീവിതശൈലിയും ആത്മീയ ദൈവിക അനുഭവങ്ങളുമാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. വീണ്ടും പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ, രക്ഷകൻ്റെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മ കടന്നുപോയ സഹന വഴികൾ വ്യത്യസ്തമാണ്. ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്നത് മുതൽ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയുടെ ചേതനയേറ്റ ശരീരം തൻ്റെ മടിയിൽ സ്വീകരിക്കുന്നത് വരെയുള്ള അമ്മയുടെ ജീവിതാനുഭവങ്ങൾ, അമ്മ കടന്നുപോയ ആത്മീയ അനുഭവങ്ങൾ, അതെല്ലാം വ്യത്യസ്തമാണ്. വീണ്ടും അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസ്ലീഹായുടെ ജീവിതാനുഭവങ്ങളും ആത്മീയ അനുഭവങ്ങളും, ഒരപ്പസ്തോലൻ എന്ന നിലയിലുള്ള അദ്ദേഹം കടന്നുപോയ സഹന അനുഭവങ്ങളും വ്യത്യസ്തമാണ്. നമ്മൾ കണ്ടു, 3 പേരെ നമ്മൾ കണ്ടു. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ, വ്യത്യസ്തമായ ദേശങ്ങളിൽ ജീവിച്ചിരുന്നവർ, വ്യത്യസ്തങ്ങളായ ആത്മീയ അനുഭവങ്ങളുണ്ടായിരുന്നവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവർ 3 പേരും അവരുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞിരുന്ന ഒരു കാര്യം, അവരുടെ ജീവിതം കൂടെ അവർ പ്രഘോഷിച്ച ഒരു കാര്യം, ഹബക്കുക്ക് 3:19, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ലൂക്ക 1:47 പരിശുദ്ധ അമ്മ പറഞ്ഞു: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പൗലോസ്ലീഹ നമ്മളോട് ഇങ്ങനെ പറയും. 1 തെസ്സലോനിക്ക 5:16 ഇങ്ങനെ പറയും: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. വീണ്ടും ഫിലിപ്പി 4:4 അപ്പസ്തോലൻ ഇങ്ങനെ പറയും: നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, 3 വ്യക്തികൾ, 3 സാഹചര്യങ്ങൾ, പക്ഷെ അവർ ഏറ്റുപറയുന്നത് ഒരേ കാര്യം: കർത്താവിൽ സന്തോഷിക്കുന്നു. ഇവരെ ഈ ഒരു കാര്യം പറയുവാനായിട്ട്, കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു, എല്ലാ ജീവിതാനുഭവങ്ങളിലും കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഇവരെ ഏറ്റുപറയുവാൻ ഇവർക്ക് ബലം നൽകിയ അവരുടെ ഹൃദയത്തിലെ ഒരു ബോധ്യമാണ് ഹബക്കുക്ക് 3:19. അവിടെ എന്താണ് പറയുന്നത്? കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ, ഒരുപക്ഷെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ വിഷമമോ പരാജയമോ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം ലഭിക്കണമെന്നോ അവർക്ക് നമ്മളെ മനസ്സിലാക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഇവരുടെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലും, നാം ഓരോരുത്തരും വ്യത്യസ്തരാണെങ്കിലും, നമുക്ക് ഒരേ ഒരു കാര്യം നമുക്ക് പൊതുവായിട്ട് പറയാൻ സാധിക്കും. ഹബക്കുക്ക് 3:19, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമായ കർത്താവാണ് എൻ്റെ ബലം. നമ്മുടെ വലതുകരം ഉയർത്തി നമുക്കൊന്ന് പറയാമോ? ഹബക്കുക്ക് 3:19, കുറച്ചുകൂടെ വെച്ചതിൽ ഹബക്കുക്ക് 3:19, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. നമ്മുടെ കരങ്ങൾ പരസ്പരം ഒന്ന് കോർത്ത് പിടിക്കാം, പരസ്പരം ഒന്ന് ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം: കർത്താവായ ദൈവമാണ് നമ്മുടെ ബലം. കർത്താവായ ദൈവമാണ് നമ്മുടെ ബലം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളെയും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം.
കണ്ണുകളൊന്ന് അടച്ച് നമ്മുടെ ജീവിതത്തെ അത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വ്യത്യസ്തങ്ങളായ ജീവിതശൈലിയുള്ളവരും ആത്മീയ അനുഭവങ്ങളുള്ളവരും വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായ നമ്മുടെ എല്ലാം ജീവിതങ്ങളെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവർ, നമുക്ക് പറയാവുന്ന ഏക കാര്യം, പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, അതിന് പരിഹാരങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യം, ഹബക്കുക്ക് 3:19, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഈശോയുടെ നാമം വിളിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹബക്കുക്ക് പ്രവാചകനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങനെ നാമം വിളിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും, എനിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിലും ഞാൻ ഏറ്റുപറയും, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടുമുള്ള സകലർക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഒന്ന് ചേർന്ന് അങ്ങയുടെ സന്നിധി സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹബക്കുക്ക് 3:19, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒന്ന് ചേർന്ന് പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്നേഹത്തിൻ ഉറവിടമാകും കർത്താവാണെന്ന ഭയം, പ്രത്യാശയുള്ളിൽ നിറയ്ക്കാനണയും കർത്താവാണെന്റെ ബലം. കരങ്ങൾ ഉയർത്തി ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. കരങ്ങൾ താഴ്ത്തിയടിക്കാം. ജെറമ്യ 29:11, നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ ജീവിത അവസ്ഥകളും സാഹചര്യങ്ങളും എൻ്റെ ഈശോ എൻ്റെ നന്മയ്ക്കായി മാറ്റുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ, അതെന്റെ നാശത്തിനല്ല ശുഭമാം ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. വിശ്വസിച്ചുകൊണ്ട് പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ സ്നേഹിക്കുന്നു.
ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് അവിടെ നമുക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയതും ഈ ഭൂമിയിലേക്ക് നാം കടന്നു വന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ ബലഹീനതകളുണ്ടെങ്കിലും, എന്തൊക്കെ പരാജയ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വിലയുള്ളതാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം നമ്മൾ. ഇനി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നമ്മൾ. ഒരുപക്ഷെ പരാജയം കൊണ്ട് മനം മടുത്തു പോയൊരവസ്ഥയിലായിരിക്കാം നമ്മൾ. ഒരുപക്ഷെ രോഗത്തിൻ്റെ വേദന കാർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം നമ്മൾ. എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഈശോയാണ് എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയത്. ഈ ഒരൊറ്റ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ അങ്ങനെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും, ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും അങ്ങനെ സ്നേഹിക്കുന്നല്ലോ ഈശോയെ. അത് മതി ഈശോയെ, എനിക്ക് അങ്ങനെ സ്നേഹിക്കുന്നില്ല കർത്താവേ. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു കർത്താവ്. എൻ്റെ ജീവിതം വിലയുള്ളതാണല്ലോ, അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ, അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതം വിലയുള്ളതാണല്ലോ. എൻ്റെ ജീവിതം വിലകെട്ടതല്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതം വിലയുള്ളതാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പരാജയ ചിന്തകൾ, എൻ്റെ പരാജയ ഭീതികൾ, എൻ്റെ നിരാശകൾ കർത്താവെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. ഗലീലിനെ അനേകരെ സ്പർശിച്ചതുപോലെ, രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവെ കടന്നു വരണമേ. എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ, ഏറ്റെടുക്കണമേ. എൻ്റെ സ്നേഹം കൊണ്ട്, എൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് പാടാം. കർത്താവെനിക്കായി സ്നേഹത്തോടേകിയ സമ്മാനമീ ജീവിതം. ആ തിരുകൈകളിൽ കാണിക്കയായി ഞാൻ കേകുന്നു സമ്പൂർണമാ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. ഓ പരിശുദ്ധ അമ്മയോട് ചേർന്ന് രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ദുഃഖങ്ങളെ സമർപ്പിച്ച്, പരാജയങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ നിയോഗം എന്താണോ ആ മേഖലയുടെ മേൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, ആരാധന, ആരാധന. ജോലി ലഭിക്കാത്ത അനേകം മക്കൾക്ക് ഈശോയുടെ നാമത്തിൽ കർത്താവേ ജോലി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ഇടങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക പീഡകളിലൂടെ കടന്നു പോകുന്നവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽപ്പെട്ട ജീവിതം തകർന്നു പോയവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കടന്നു പോകുന്നവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ ജനത്തെ സന്ദർശിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും സന്ദർശിക്കണമേ. അവിടെ കണ്ണുനീർ തുടയ്ക്കണമേ. അവരുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കണമേ. അവർക്ക് പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ ഈശോയെ, അങ്ങനെ സ്നേഹിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഈ ജന്മം നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്തുതിക്കാൻ എന്നെ പഠിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവായ ദൈവമാണ് എൻ്റെ ബലമെന്ന ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ സന്ദർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം.